ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ വരുന്ന ക്രിസ്മസ് പരീക്ഷയുടെ 5ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ട കേരള പാഠാവലിയുടെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേയായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള കേരള പാഠാവലിയുടെയും മറ്റു വിഷയങ്ങളുടെയൊക്കെ ചോദ്യപേപ്പേഴ്സ് വേണമെങ്കിൽ നമ്മളത് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ SD5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റിൽ പോയി നോക്കുക. അതിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. പ്രവർത്തനം 1, വായിക്കാം എഴുതാം. കവിത വായിച്ച് ശരിയായ ഉത്തരം ബ്രാക്കറ്റിൽ നിന്നും കണ്ടെത്തി എഴുതുക. പോകൂ വിളങ്ങൂ മണ്ണിലും വിണ്ണിലും പൊൻതരി വെട്ടമായി മിന്നിത്തെളിഞ്ഞു വന്നെത്തും മിന്നാമിനുങ്ങേ. വെളിച്ചം ചുരത്തുവാൻ സന്നാഹമത്രമേൽ കേമം ചുറ്റുവിരുട്ടു വിളംബരം ചെയ്യുവാൻ മൂങ്ങകൾ മൂളിയിരിക്കെ പാളി പതിയെ തുറന്നു ഞാനീ കിളിവാതിലിൽ വന്നിരിക്കുമ്പോൾ സ്വപ്നം ചിറകു വിരിച്ചണയും പോലെ കെട്ടിപ്പിടിക്കുവാൻ വന്നു. എന്തു വെളിച്ചമാണയ്യാ, പിടിച്ചൊരു കണ്ണാടിക്കുപ്പിയിലിട്ടാൽ എന്നും ഇവിടെ വിളക്കായിരുത്തുവാൻ നന്നെന്ന് തോന്നി. എന്നാലും എന്തിനീ വെട്ടം എനിക്ക് മാത്രം, പോക എല്ലായിടത്തും തെളിയൂ, പോകുമിടങ്ങളിലെല്ലാം ഇരുളിനെ കീറി മുറിച്ചു രസിക്കൂ. സ്നേഹക്കനി എന്നുള്ള സമാഹാരത്തിൽ നിന്ന് UK രാഘവൻ എഴുതിയതാണ്. അതിൽ നിന്നെടുത്ത ഒരു ചെറിയ ഭാഗമാണ്. മിന്നാമിനുങ്ങിനെ കുറിച്ചുള്ള കവിതയാണല്ലേ. ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് താഴെ തന്നിട്ടുള്ളത്. നോക്കൂ. ചോദ്യം 1, പൊൻതരി വെട്ടവുമായി എത്തുന്നത് ആരാണ്? നക്ഷത്രം, അമ്പിളിമാമൻ, മിന്നാമിനുങ്ങ്. മിന്നാമിനുങ്ങാണ് ഉത്തരം. ചോദ്യം 2, ഇരുട്ടിനെ വിളംബരം ചെയ്യാൻ മൂളുന്നത് ആരാണ്? തത്ത, മൂങ്ങ, മിന്നാമിനുങ്ങ്. മൂങ്ങയാണ്. ചോദ്യം 3, മിന്നാമിനുങ്ങിനെ എന്ത് ചെയ്യണമെന്നാണ് കുട്ടി ആഗ്രഹിക്കുന്നത്? മുറിയിൽ അടച്ചിടണം, കണ്ണാടിക്കുപ്പിയിലിടണം, കയ്യിൽ പിടിക്കണം. കണ്ണാടിക്കുപ്പിയിലിടണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ചോദ്യം 4, ചിറകു വിരിച്ചണയുന്നത് എന്താണ്? മേഘം, പക്ഷി, സ്വപ്നം. സ്വപ്നമാണ്. ചോദ്യം 5, മിന്നാമിനുങ്ങിനോട് എന്ത് ചെയ്യാനാണ് കുട്ടി ആശംസിക്കുന്നത്? മിന്നി മിന്നി നടക്കൂ, ഇരുളിനെ കീറി മുറിച്ച് രസിക്കൂ, ഒരിടത്തു മാത്രം വെളിച്ചം പരത്തൂ. ഇരുളിനെ കീറി മുറിച്ച് രസിക്കൂ എന്നാണ് മിന്നാമിനുങ്ങിനോട് കുട്ടി പറയുന്നത്. പ്രവർത്തനം 2, യാത്രാ വിവരണം. മനസ്സിലെ കുളിരണിയിക്കുന്ന പ്രകൃതി ഭംഗിയുമായി എന്നെ ഏറെ മോഹിപ്പിച്ച ഇടം ഏതെന്ന് ചോദിച്ചാൽ എൻ്റെ മനസ്സിൽ ഇപ്പോൾ തെളിഞ്ഞു വരുന്നത് മനോഹരിയായ മൂന്നാറിൻ്റെ ചിത്രമാണ്. അവിടുത്തെ കുളിരും കോടയും മഞ്ഞിൽ പൊതിഞ്ഞ പ്രഭാതവും എല്ലാം തന്നെ എന്നെ ഏറെ മോഹിപ്പിക്കുന്നുണ്ടായിരുന്നു. സ്കൂളിൽ നിന്നും പോയ മൂന്നാർ യാത്രയ്ക്ക് ശേഷം 5ാം ക്ലാസ്സിലെ ദേവിക എഴുതിയ യാത്രാവിവരണത്തിൻ്റെ ഒരു ഭാഗമാണ് തന്നിട്ടുള്ളത്. പ്രകൃതി ഭംഗി കളിയാടുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ നടത്തിയിട്ടുള്ള യാത്രയെക്കുറിച്ച് ഒരു യാത്രാവിവരണം തയ്യാറാക്കുക. കഴിഞ്ഞ അവധിക്കാലത്ത് ഞാനും എൻ്റെ കുടുംബവും സഞ്ചാരികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന വയനാട്ടിലേക്കായിരുന്നു യാത്ര പോയത്. ഒരുപാട് സമയത്തെ യാത്രയ്ക്ക് അവസാനം വയനാട് എത്തിയെന്ന് അച്ഛൻ പറഞ്ഞു. ദൈവത്തിൻ്റെ സ്വന്തം നാട്. കേരളത്തെ സ്വർഗ്ഗതുല്യമാക്കുന്നതിൽ വയനാടിനുള്ള പങ്ക് വളരെ വലുതായിരുന്നു. ഇരുഭാഗത്തും പച്ചപ്പരവതാനികൾ വിരിച്ച വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ശുദ്ധവായുവിൻ്റെ യഥാർത്ഥ രുചി അറിഞ്ഞു. ആ പച്ചപ്പ് കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമ നൽകുന്നതായിരുന്നു. വയനാട്ടിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാൻ. ഞങ്ങൾ പോയത് പൂക്കോട് തടാകത്തിലേക്ക് ആയിരുന്നു. ചുരം കയറുന്ന സമയത്ത് ഒരുപാട് വന്യജീവികളെ കാണാൻ കഴിഞ്ഞു. ഇടതൂർന്ന മലകളും വനങ്ങളും തടാകത്തിന് ചുറ്റും കാണപ്പെടുന്നുണ്ടായിരുന്നു. അതിനു ചുറ്റും നടക്കാനായി നടപ്പാത ഒരുക്കിയിട്ടുണ്ട്. തടാകത്തിൽ ചുറ്റി സഞ്ചരിക്കാനായി പെഡൽ ബോട്ടുകളും. ഞങ്ങൾ അതിൽ കയറി കുറച്ചു നേരം യാത്ര ചെയ്തു. തടാകത്തിൽ നിറയെ നീല നിറത്തിലുള്ള ആമ്പലുകൾ നിറഞ്ഞിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് നീല നിറത്തിലുള്ള ആമ്പൽ കാണുന്നത്. ഒട്ടേറെ വൈവിധ്യങ്ങൾ നിറഞ്ഞ വയനാട്ടിൽ നിന്നും തിരിച്ചു പോകാൻ ഞങ്ങൾക്ക് മനസ്സ് വന്നതേയില്ല. എങ്കിലും മനസ്സില്ലാ മനസ്സോടെ വീട്ടിലേക്ക് തിരിച്ചു. പ്രവർത്തനം 3, കത്ത് തയ്യാറാക്കുക. വെള്ളിതൻ നേർത്ത കമ്പികൾ പോലെ മെല്ലെ മെല്ലെ മഴ പൊഴിയുന്നു. മഴ നിങ്ങൾക്കിഷ്ടമല്ലേ? നിങ്ങൾ ഇഷ്ടപ്പെടുകയും ചിലപ്പോൾ വെറുക്കുകയും ചെയ്യുന്ന മഴയോട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവില്ലേ? ഈ കാര്യങ്ങളെല്ലാം ചേർത്ത് മഴയ്ക്കൊരു കത്ത് തയ്യാറാക്കുക. കത്ത് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കുക. ആദ്യം ഒരു ബോർഡർ വരയ്ക്കുക. പിന്നെ സ്ഥലവും തീയതിയും എഴുതി ചേർക്കുക. സ്നേഹം നിറഞ്ഞ മഴയ്ക്ക്. നീ ഇടയ്ക്കിടെ വന്നണയുന്ന ഞങ്ങളുടെ വിരുന്നുകാരനാണ്. വേനലിൻ്റെ ചൂടിൽ പുകഞ്ഞിരിക്കുമ്പോൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ പെട്ടെന്ന് നീ വരുന്നത് എത്ര സുഖമാണെന്നോ. നീ എത്തുമ്പോൾ എന്തൊരാശ്വാസം എന്ന് വീട്ടിൽ എല്ലാവരും പറയാറുണ്ട്. ജൂൺ മാസം ആകാറാകുമ്പോൾ എല്ലാവരും മഴയെ പഴിക്കാൻ തുടങ്ങും. ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ നീ നനയ്ക്കാനെത്താറുണ്ടെങ്കിലും പ്രിയ മഴേ, എനിക്ക് നിന്നെ ഏറെ ഇഷ്ടമാണ്. മഴ പെയ്തു കൊണ്ടിരിക്കുമ്പോൾ കൈനീട്ടി നിന്നെ തൊടാനും തട്ടിത്തെറിപ്പിക്കാനുമൊക്കെ എനിക്കിഷ്ടമാണ്. നീ എത്തേണ്ട സമയം എത്തിയില്ലെങ്കിൽ മുത്തച്ഛൻ്റെ കൃഷിയെല്ലാം കരിഞ്ഞു പോകും. വെള്ളമില്ലാതെ കറണ്ടുണ്ടാവില്ലല്ലോ. നീയില്ലെങ്കിൽ ഞങ്ങളെല്ലാം ഇരുട്ടിലാകും. പ്രിയ മഴേ, ചിലപ്പോൾ ഞങ്ങൾക്ക് ശല്യമായി തോന്നുമെങ്കിലും നീ ഞങ്ങൾക്ക് ഏറെ ഉപകാരിയാണ്. അത് ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. ഇനിയും നീ എത്തുന്നതും കാത്ത് ഞങ്ങൾ ഇരിക്കുന്നു. സ്നേഹത്തോടെ, പ്രിയ.
പ്രവർത്തനം 5 ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. ബാലാമണി അമ്മയുടെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. തന്നിരിക്കുന്ന വിവരങ്ങളോടൊപ്പം അധിക വിവരങ്ങളും കൂടെ ചേർക്കുക. നോക്കൂ, മകൾ കമല സുരയ്യ, പുരസ്കാരങ്ങൾ പത്മഭൂഷൺ, എഴുത്തച്ഛൻ പുരസ്കാരം, സരസ്വതി സമ്മാൻ, ആശാൻ പുരസ്കാരം, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. ജനനം 1909 ജൂലൈ 19, മരണം 2004 സെപ്റ്റംബർ 29. കൃതികൾ മാതൃഹൃദയം, വെയിലാറുമ്പോൾ, കുടുംബിനി, നഗരത്തിൽ, നിവേദ്യം, അമൃതം ഗമയം. ബാലാമണിയമ്മ 1909 ജൂലൈ 19, 2004 സെപ്റ്റംബർ 29. ജനനവും മരണവുമാണ് കേട്ടോ. മലയാളത്തിലെ പ്രശസ്തയായ കവയത്രിയായിരുന്നു ബാലാമണിയമ്മ. മാതൃത്വത്തിന്റെ കവയത്രി എന്നാണ് അവർ അറിയപ്പെട്ടത്. 1909 ജൂലൈ 19 തൃശൂർ ജില്ലയിലെ നാലപ്പാട്ട് തറവാട്ടിൽ ജനിച്ചു. ഔപചാരിക വിദ്യാഭ്യാസം ലഭിച്ചിരുന്നില്ല. കവിയായ അമ്മാവൻ നാലപ്പാട്ട് നാരായണ മേനോന്റെ ഗ്രന്ഥശേഖരവും ശിക്ഷണവും മാർഗദർശകമായി. 1928 മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടറായിരുന്ന VM നായരെ വിവാഹം ചെയ്തു. പ്രശസ്ത സാഹിത്യകാരിയായിരുന്ന കമല സുരയ്യ അഥവാ മാധവിക്കുട്ടിയുടെ മകളാണ്. മാധവിക്കുട്ടി ബാലാമണി അമ്മയുടെ മകളാണ്. മാതൃഹൃദയം, വെയിലാറുമ്പോൾ, കുടുംബിനി, നിവേദ്യം, അമൃതം ഗമയ, കൂപ്പുകൈ തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. 1947 കൊച്ചി മഹാരാജാവിൽ നിന്ന് സാഹിത്യ നിപുണ ബഹുമതി നേടി. പത്മഭൂഷൺ, എഴുത്തച്ഛൻ പുരസ്കാരം, സരസ്വതി സമ്മാൻ, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, ആശാൻ പുരസ്കാരം എന്നിവയും ലഭിച്ചിട്ടുണ്ട്. അൽഷിമേഴ്സ് രോഗത്തെ തുടർന്ന് 2004 സെപ്റ്റംബർ 29 അന്തരിച്ചു. ഇതിൽ തന്നെയുള്ള B ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബാലാമണി അമ്മയുമായി ബന്ധപ്പെട്ടത് ഏത്? ഒരു ദേശത്തിന്റെ കഥ, ഭൂമിക്കൊരു ചരമഗീതം, അമ്മ. ഉത്തരം അമ്മയാണ്. ഒരു ദേശത്തിന്റെ കഥ SK പൊറ്റക്കാടിൻ്റെതാണ്. ഭൂമിക്കൊരു ചരമഗീതം ONV കുറുപ്പിൻ്റെതാണ്. ബാലാമണി അമ്മയെ അമ്മ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് അമ്മയാണ് അവരുമായി ബന്ധപ്പെട്ടത്. പ്രവർത്തനം 5 ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. താഴെ കൊടുത്ത കവിത വായിക്കൂ. കവിതയുടെ ആശയം, കവിത നൽകുന്ന സന്ദേശം, പദയോഗ ഭംഗി ഇവ വിശകലനം ചെയ്ത് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. കാട്ടിൽ പോകാനുണ്ടോ പോയാൽ പാട്ടും കേട്ട് നടക്കാം, മാനുകൾ മയിലുകൾ ഓടും വഴികൾ കാണാനായി പോകാം, ഇലകൾ മൂടിയ വഴികൾ നിറയെ ഓർമ്മ മണക്കും ഇലകൾ, വഴിയറിയാതെ നടക്കും നമ്മൾ കണ്ടിട്ടില്ലേ വഴികൾ. ജയകൃഷ്ണൻ എഴുതിയതാണ്. നമുക്ക് ഇതിനെ ഒന്ന് ആസ്വാദനം ചെയ്തു നോക്കാം. കവി ജയകൃഷ്ണൻ എഴുതിയ കാട്ടിൽ പോകാനുണ്ടോ എന്ന കവിത പ്രകൃതിയുടെ സൗന്ദര്യത്തിലേക്ക്, ഗ്രാമീണമായ ഓർമ്മകളിലേക്കും വായനക്കാരനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. കാട്ടിലൂടെയുള്ള യാത്രയുടെ മനോഹാരിതയും അവിടുത്തെ കാഴ്ചകളും ശബ്ദങ്ങളും നൽകുന്ന അനുഭൂതിയാണ് കവിതയുടെ പ്രധാന ആശയം. മാനുകളും മയിലുകളും ഓടുന്ന വഴികളും ഇലകൾ മൂടിയ പാതകളും കവി വർണ്ണിക്കുന്നു. ഈ വഴികളിലൂടെയുള്ള യാത്ര പുതിയ അനുഭവങ്ങൾ നൽകുന്നു. പ്രകൃതിയെ സ്നേഹിക്കാനും അതിൻ്റെ ഭാഗമാകാനും കവിത നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യന്ത്രവൽകൃതമായ ലോകത്തിൽ നിന്ന് മാറി പ്രകൃതിയോട് ഇഴുകിച്ചേരുമ്പോൾ ലഭിക്കുന്ന സന്തോഷവും സമാധാനവും വളരെ വലുതാണ് എന്ന സന്ദേശം കവിത നൽകുന്നു. ലളിതവും മനോഹരവുമായ പദങ്ങളാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. ഓർമ്മ മണക്കും ഇലകൾ എന്ന പ്രയോഗം വളരെ ശ്രദ്ധേയമാണ്. ഉണങ്ങിയ ഇലകൾക്ക് കുട്ടിക്കാലത്തെ ഓർമ്മകളുടെ ഗന്ധമുണ്ടെന്ന കവിയുടെ ഭാവന വായനക്കാരന്റെ മനസ്സിൽ ഗൃഹാതുരത്വം ഉണർത്തുന്നു. വഴിയറിയാതെ നടക്കും നമ്മൾ കണ്ടിട്ടില്ലേ വഴികൾ എന്ന വരികൾ ജീവിതത്തിൽ നാം ഇതുവരെ കാണാത്തതും അനുഭവിക്കാത്തതുമായ പുതിയ വഴികളും കാഴ്ചകളും ഉണ്ടെന്ന തിരിച്ചറിവ് നൽകുന്നു. പ്രവർത്തനം 6 കടങ്കഥകളി. ക്ലാസ്സിൽ നടത്തുന്ന കടങ്കഥകളിയിലേക്ക് ആവശ്യമായ 5 കടങ്കഥകളും അവയുടെ ഉത്തരങ്ങളും എഴുതുക. 1 ചെവി കാണാം, തല കാണാം, വാല് കാണില്ല. ഉത്തരം തവള. 2 തൊട്ടാൽ പൊള്ളും, തിന്നാൻ കൊള്ളില്ല. ഉത്തരം തീ. 3 1000 കണ്ണുണ്ട്, കാഴ്ചയില്ല. ഉത്തരം വല. 4 അകത്ത് തീയുണ്ട്, പുറത്ത് വെള്ളമുണ്ട്, വായിൽ പുകയുണ്ട്. ഉത്തരം ബീഡി അല്ലെങ്കിൽ സിഗരറ്റ്. ചോദ്യം 5 ഇരുട്ടുമുറിയിൽ മുറുക്കാൻ ചെല്ലം. ഉത്തരം നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശം. മക്കൾക്ക് ഇഷ്ടമുള്ള 5 കടങ്കഥകൾ എഴുതിയാൽ മതി. ഞാൻ ഉദാഹരണമാണ് കൊടുത്തത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാട്ടോ മക്കളെ ഈ ചോദ്യപേപ്പറിൽ നമുക്ക് ചർച്ച ചെയ്യാനായിട്ടുള്ളത്. ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളൊക്കെ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ 5ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ ചോദ്യപേപ്പറുകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിനെ വീണ്ടും കാണാം. താങ്ക്